മലയാള സിനിമയിൽ ഒരു ആൾക്കാരും ചെയ്തില്ല. അത്യാവശ്യം വിളിച്ചിട്ട് പുള്ളി മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് അപ്പോളോ ഹോസ്പിറ്റലിൽ ആ മെഡിക്കൽ റിപ്പോർട്ട് ഒന്ന് ചെയ്യാൻ സഹായിച്ചത് കമലഹാസൻ മാത്രമേ ഉള്ളൂ. ഞാനന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ കല്യാണം. അന്ന് 14 വയസ്സ് 15ാമത്തെ പിറന്നാൾ ഇവിടെ വന്നിട്ട് ഉണ്ടത് ഞങ്ങൾ ഒരുമിച്ച്. ഐസിയിലോട്ട് മാറ്റുന്നതിന് മുമ്പായിട്ട് പുള്ളി ഭയങ്കര എൻജോയ് ചെയ്തു. ഞാനത് എപ്പോഴും രഞ്ജേട്ടനോടൊക്കെ പറയും. രഞ്ജേട്ടനും ജോഷിയങ്ങളും ഇത്ര നല്ലൊരു ഫെയർവെല് ഒരു ആക്ടർക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫെയർവെല്ലായിരുന്നു. അന്ന് അവിടുത്തെ പേരെന്ന് വെച്ചാൽ പത്മശ്രീ സോമൻ എന്നായിരുന്നു ഇരട്ടപ്പേര് അവിടുത്തെ. എനിക്ക് സിനിമയിൽ ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ എനിക്കിഷ്ടം എയർഫോഴ്സിലെ ജീവിതമായിരുന്നു. സെലിബ്രിറ്റി ആവണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എന്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കണം, അത് മാത്രമേ എന്റെ പ്രശ്നമുള്ളൂ. മറ്റൊരാളെന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും. അതിപ്പോ സിനിമയെങ്കിൽ സിനിമ, അതല്ല ഗൾഫെങ്കിൽ ഗൾഫ്, എന്തായാലും അത്രയൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ഐ എം നോട്ട് പ്ലാൻഡ് അറ്റ് ഓൾ. കല്യാണത്തിന് മുമ്പ് സിനിമയ്ക്ക് പോലും പോകാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ സോമൻ്റെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയായി. സോമേട്ടനുള്ളപ്പം ഞാൻ ചോറും കറിയൊക്കെ ഒരു 10 പേർക്കുള്ളത് എല്ലാ ദിവസവും റെഡിയാക്കും. വൈകിട്ട് കഞ്ഞിയും പയറും ചമ്മന്തിയൊക്കെയാണ്. അതാണെങ്കിലും ശരി, മേശയ്ക്ക് ചുറ്റും ആള് കാണും കഴിക്കും. അവിടെ ആ ഹോസ്പിറ്റലിൻ്റെ ആ വിദ്യയിലൊക്കെ കൊണ്ടുവന്ന് സോമേൻ്റെ ഈ ലേലത്തിൻ്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ കാണാൻ വരുന്നവർ പറയും, ചേട്ടാ അവിടെ ലേലത്തിൻ്റെ പോസ്റ്റർ കണ്ടു, അവിടെ കണ്ടിങ്ങനെ ആൾക്കാർക്ക് പറയുമ്പോൾ സോമന് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പോയാലും ശരി, റൂമിൽ പിന്നെ തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾ താമസിക്കുമ്പം കമലഹാസൻ വരുന്ന ദിവസം ആകുമ്പോൾ അതിൻ്റെ തലേദിവസം ഞങ്ങൾ കഴിഞ്ഞ് പറഞ്ഞു വിടും. അവരൊരുമിച്ചേ താമസിക്കുകയുള്ളൂ. നവംബർ 12 PVS അഡ്മിറ്റായി. ഡിസംബർ 12 സോമേട്ടൻ പോയി. ഒരു മാസമേ ഞാൻ സോമേട്ടനെ അസുഖക്കാരനായിട്ട് കണ്ടിട്ടുള്ളൂ. ഈ വീട് നിറയെ സോമൻ സാറിന്റെ ഓർമ്മകളാണ്. അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, സുജാത. 14ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു വന്നത്. ആ ഒരു കാലഘട്ടമൊക്കെ ഒന്ന് ഓർത്തെടുക്കാമോ? എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ 14 വയസ്സിൽ ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമല്ല. പക്ഷെ ആ ഒരു അദ്ദേഹത്തിനും കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ലൈഫൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് ഒക്കെ തുടങ്ങിയതൊക്കെ? ഞാനന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ കല്യാണം. അന്ന് 14 വയസ്സ് 15ാമത്തെ പിറന്നാൾ ഇവിടെ വന്നിട്ട് ഉണ്ടത് ഞങ്ങൾ ഒരുമിച്ച്. അത് കഴിഞ്ഞ് സോമേട്ടൻ ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയ്ക്കൊക്കെ പോയി. ആദ്യമായിട്ട് ഞാൻ കാണുന്ന സിനിമ 7 രാത്രികൾ സിനിമയായിരുന്നു. ആദ്യമായിട്ട് ഞാൻ സിനിമ കണ്ടിട്ടില്ല അതിന് മുമ്പ്. ആദ്യമായിട്ട് കാണുന്നത് 7 രാത്രികളായിരുന്നു. സോമേട്ടൻ്റെ കൂടെ പോയി കണ്ടു, മാവേലിക്കര പോയി കണ്ടു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ സോമേട്ടൻ തിരിച്ചങ്ങ് അംബാലയിലായിരുന്നു അന്ന് സോമേട്ടൻ. അംബാലയ്ക്ക് പോയി. ഒരു ഫെബ്രുവരി ഓഗസ്റ്റ് 26 ഞങ്ങളുടെ കല്യാണം. അപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞ് സോമൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടായിരുന്നു ഫാമിലിയായിട്ട്. അപ്പം അവരുടെ കൂടെ ഞാനും അംബാലയ്ക്ക് പോയി. അംബാലയിൽ പോയി അവിടെ കുറച്ച് നാൾ താമസിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവനെ പ്രഗ്നൻ്റായി. അപ്പോൾ ഞാനും സോമേട്ടനും കൂടെ തിരിച്ച് നാട്ടിലോട്ട് പോന്നു. എന്നെ സോമേട്ടൻ ഇവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് സോമേട്ടൻ വീണ്ടും അംബാലയിൽ തന്നെ തിരിച്ചു പോയി, ജോലിക്ക് പോയി. എയർഫോഴ്സിലായിരുന്നില്ലേ അദ്ദേഹം? ആ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സമയമായിരിക്കും. കാരണം പല സ്ഥലങ്ങളിൽ പോകാൻ പറ്റി, പല ഓർമ്മകളൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കല്യാണത്തിന് മുമ്പ് സിനിമയ്ക്ക് പോലും പോകാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ സോമൻ്റെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയായി. നമ്മുടെ ഇവിടുത്തെ പോലല്ല, അവിടേക്ക് ആകുമ്പോൾ കുറെ കൂടെ സ്വാതന്ത്ര്യമായിട്ടാണ് നമ്മൾ പിന്നെ എല്ലാവരും കൂടെ കൂടി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു, യാത്ര പോയി. അങ്ങനെ എയർഫോഴ്സിലെ ജീവിതം എന്ന് പറയുമ്പം അതെനിക്ക് ഒരു അതിശയമായിരുന്നു. പിന്നെ എനിക്കതായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് മോളെ കല്യാണം കഴിപ്പിച്ചതും എയർപോർട്സിലുള്ളൊരു പയ്യനെ കൊണ്ടാണ് മോളെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത്. അവിടെ നല്ല സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചു. എനിക്ക് സിനിമയിൽ ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ എനിക്കിഷ്ടം എയർഫോഴ്സിലെ ജീവിതമായിരുന്നു. വിവാഹത്തിന് ശേഷം എയർഫോഴ്സിൽ പോയി, അത് കഴിഞ്ഞിട്ടാണ് അപ്രതീക്ഷിതമായിട്ട് സിനിമയിലേക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നത്. അദ്ദേഹം അതിനു മുമ്പ് അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ? സോമേട്ടൻ എയർഫോഴ്സിൽ സ്കൂളിൽ വെച്ചോട്ടേ അഭിനയിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എയർപോർട്സിലാണെങ്കിലും പിന്നെ ഓണമൊക്കെ വരുന്ന സമയത്ത് അവർ അഭിനയിച്ചു. അന്ന് അവിടുത്തെ പേരെന്ന് വെച്ചാൽ പത്മശ്രീ സോമൻ എന്നായിരുന്നു ഇരട്ടപ്പേര് അവിടുത്തെ. അത് കഴിഞ്ഞ് നാട്ടിലെ അവിടുത്തെ ജീവിതമൊക്കെ സോമേട്ടൻ ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ടൊന്നും കഴിയുന്ന ആളൊന്നും അല്ല. അത് നാട്ടിൽ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഇവിടെ കൃഷിയുണ്ട്, ഞാൻ കൃഷി നോക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് 9 വർഷമേ ഇരുന്നുള്ളൂ. എയർപോർട്സിൽ കഴിഞ്ഞ് പോകുന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാടകത്തിൽ അഭിനയിക്കാനായിട്ട് നാടകത്തിൽ അഭിനയിക്കാനായിട്ട് ആരാ വിളിച്ചെന്ന് ഞാനിപ്പോൾ ഓർമ്മ വരുന്നില്ല. തിരുവനന്തപുരത്ത് നാടക മത്സരം ഉണ്ടായിരുന്നു. ശരം നാടകമായിരുന്നു എനിക്ക് തോന്നുന്നത്.
അപ്പോൾ അന്ന് പിന്നെ മലയാറ്റൂർ രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, പിസിച്ചേട്ടനുണ്ടായിരുന്നു, പിസി സുകുമാരൻ നായർ. അപ്പോൾ അവരെല്ലാം കൂടെ സോമന്റെ അഭിനയം കണ്ടപ്പോൾ ആ സമയത്താണ് അവർ ഗായത്രി സിനിമ എടുക്കാനിരിക്കുന്നത്. അതിലെ ആ രാജാമണി എന്നുള്ള റോളും ഈ നാടകത്തിലെ ഈ റോളും എല്ലാം കൂടെ അവർ കണ്ടപ്പോൾ സോമേട്ടനെ കൊള്ളാമെന്ന് തോന്നി. ആ റോൾ ചെയ്യാൻ സോമേട്ടൻ മതി എന്ന് അവർക്ക് തോന്നി. അങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടെലിഗ്രാം വരുന്നത്, ഇങ്ങനെ തിരുവനന്തപുരത്ത് വരണം, ഇന്ന ഹോട്ടലിൽ വന്നിട്ട് ഇന്നാരെ കാണണം എന്നൊക്കെ പറഞ്ഞു. എൻ മേനോനായിരുന്നു തോന്നുന്നു എൻ്റെ ഡയറക്ടർ. അപ്പോൾ അവിടെ വന്ന് ചെന്ന് കണ്ടു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഗായത്രി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. പിന്നീട് സിനിമയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നിയതും ആ ഒരു കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? സോമന് സിനിമ ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ സോമന് അഭിനയം ഇഷ്ടമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഗായത്രി സിനിമ കഴിഞ്ഞിട്ട് 2-3 സിനിമയിൽ ചെറിയ റോളൊക്കെ വന്നു. സോമന്റെ അടുത്ത ഫ്രണ്ടായിരുന്നു ഹരിപോത്തൻ. അപ്പോൾ അവർ ഒരുമിച്ച് പഠിച്ചതും ഒക്കെയാണ്. ആ സമയത്ത് പിന്നെ മദ്രാസിന് അരിച്ചേട്ടൻ പറഞ്ഞു മദ്രാസിന് പോകാമെന്ന് പറഞ്ഞു. സോമേട്ടൻ മദ്രാസിൽ പോയി അരിച്ചേട്ടൻ്റെ കൂടെ താമസിച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ കൂടുതൽ സിനിമയിൽ വന്നു തുടങ്ങുന്നത്. അപ്പൊ ആ സമയത്ത് മാഡവും കൂടെ പോകുന്നുണ്ടായിരുന്നു? ഞാൻ ആദ്യത്തെ ഒരു 2-3 സിനിമ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങളെല്ലാവരും, ഞാനും മോനും മോളും, എന്നിവരൊക്കെ കൊച്ച. അപ്പൊ ഞങ്ങൾ 3 പേരും മിക്കവാറും എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോകുമായിരുന്നു, ഏത് സ്ഥലത്തും പോകുമായിരുന്നു. സൂപ്പർ സ്റ്റാറായി ആ സമയത്തൊക്കെ തറഞ്ഞു നിങ്ങൾ ഒരുപാട് സിനിമകൾ ഒരു വർഷത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയമുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തിരക്ക് പിടിച്ചതിലേക്ക് മാറി ഇപ്പൊ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ആളെ കിട്ടുന്നില്ല എന്നിങ്ങനെയുള്ള പരാതികളൊക്കെ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, പരാതിയുണ്ട്, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഒരു വർഷം 44 സിനിമ അവരെ അഭിനയിച്ചിട്ടുണ്ട്, 48 സിനിമ അവരെ ഒരു വർഷം അഭിനയിച്ചിട്ടുണ്ട്. അന്ന് വെളുപ്പിന് 4 മണിക്കൊക്കെ വന്ന വൈകിട്ടത്തെ ആഹാരം കഴിക്കുന്നത്. അപ്പം നമുക്കും വിഷമം തോന്നും. ഇവിടെ രാവിലെ പോയിട്ട് ഒരു 8-9 ആകുമ്പോഴത്തേക്കിനും പോവും. വൈകിട്ട് പിന്നെ വെളുപ്പിന് 3 മണിക്കൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങും. വീണ്ടും പിറ്റേ ദിവസം അതേ സമയത്തിന് പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. വളരെ ഗൗരവകരമായ ഒരുപാട് വില്ലൻ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥ ജീവിതത്തിലും അദ്ദേഹം കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നോ അതോ ഭയങ്കര കാമായിട്ടുള്ള ആളായിരുന്നോ? പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് അങ്ങ് തണുക്കുകയും ചെയ്യും. പക്ഷെ ആൾ തമാശ പറഞ്ഞു പോകുന്ന ആ രീതിയിലുള്ള ആൾ. ഇപ്പോഴും വലിയ പിന്നെ ക്രൂരത അങ്ങനൊന്നും ഇല്ല. എല്ലാവരോടും സ്നേഹമാണ്, പിള്ളേരോടും സ്നേഹമാണ്, വയസ്സായവരോടും സ്നേഹമാണ്. എല്ലാവരും ഒരാൾ വിചാരിക്കും അവരോടാ കൂടുതൽ സ്നേഹമെന്ന്, മറ്റാൾ വിചാരിക്കും അവരോടാ കൂടുതൽ സ്നേഹമെന്ന്. അങ്ങനെ എല്ലാവരുമായിട്ട് സന്തോഷമായിരുന്നു, ഇഷ്ടമായിരുന്നു. മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ നേരാ തിരുമേനി ഐ ആം ഔട്ട് സ്പോക്കൺ എന്ന് പറയുന്ന പോലെ അദ്ദേഹം ജീവിതത്തിലും ഔട്ട് സ്പോക്കൺ ആയിരുന്നോ? ഒട്ടും പക്ക ഔട്ട് സ്പോക്കൺ ആയിരുന്നു. എന്നും തുറന്നു പറയാൻ നല്ല ചങ്കുറപ്പുള്ള ഒരു മനുഷ്യനായിരുന്നു, നല്ല തിരുവല്ലക്കാരനായിരുന്നു. തിരുവല്ലയിലുള്ള ആളുകൾക്കൊക്കെ സോമൻ സാറ് കാർ ഓടിച്ച് അമ്പലത്തിലേക്ക് പോകുന്ന ഓർമ്മകളൊക്കെ പലരും പങ്കുവെച്ച് കണ്ടിട്ടുണ്ട്. അപ്പം നാട്ടുകാരുടെ ഇടയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ജനപ്രീതിയും അത് നിങ്ങളെ ഫാമിലിയിലേക്ക് അഫക്ട് ചെയ്തതും അതൊക്കെ എങ്ങനെയായിരുന്നു? സോമേട്ടന് എപ്പോൾ വന്നാലും ഞാൻ ഇവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്, കദളിമംഗലം എന്ന് പറയും, അവിടെ ഭദ്രകാളിയാണ്. അവിടെ എന്ന് വന്നാലും ശരി അവിടെ വന്ന് ദേവിയെ എടുക്ക പോയി തൊഴുത്തിട്ടൊക്കെ തിരിച്ചു പോകത്തുള്ളായിരുന്നു. എല്ലാ അമ്പലങ്ങളിലും പോവും, എല്ലാവരുമായിട്ടും ഇഷ്ടമാണ്. അദ്ദേഹം സിനിമയിൽ തിളങ്ങി നിന്ന സമയം കഴിഞ്ഞ് അവസാന കാലഘട്ടമൊക്കെ എത്തിയപ്പോഴാണ് ലേലം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായിരുന്നു. പക്ഷെ ആ സിനിമയിൽ കാഴ്ചവെച്ച അഭിനയം എന്ന് പറഞ്ഞ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ആ ഒരിക്കലും ഒന്ന് വയ്യാതിരുന്ന കാലഘട്ടത്തിലായിരുന്നു എന്ന് തോന്നുന്നു ആ സിനിമ ചെയ്തതല്ലേ? അതില് പിന്നെ അഭിനയ സോമേട്ടൻ ആ പടം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ വരുമ്പോൾ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് വീട്ടിൽ വരുന്ന സമയത്ത് അവിടെ ബെഡ്, ഞങ്ങൾ ഡൈനിങ് ഹാളിൽ തറയിൽ ഒരു ബെഡ് ഇട്ടുണ്ട്, മേളിൽ TV ഒക്കെ ആയിട്ട്. അപ്പോൾ ആ TV കാണാൻ സോമേട്ടൻ അവിടെ തറയിൽ ഇങ്ങനെ ബെഡൊക്കെ കിടക്കും. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് അതിനകത്ത് ഡയലോഗ് എല്ലാം പറയുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പടം. ഞങ്ങൾ ഒരുമിച്ചാണ് പോയി കോട്ടയത്ത് പോയി ആ പടവും കണ്ടത്. എൻ്റെ ഒടുവിലത്തെ പടം അത് ആ പടം കണ്ടു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളൊന്ന് ജമ്മുവിന് പോയി, മോളൊക്കെ പോയി. മോളൊക്കെ ജമ്മുവിലായിരുന്നു. അതായിരുന്നു സോമന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമായിരുന്നു അത്. ആ സിനിമ കണ്ടതിന് ശേഷം ആളുടെ ഒരു അഭിപ്രായവും ആളുകൾ വന്ന് നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു ഫീലൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, ഇന്നത്തെ ഡയലോഗ് സോമേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇവിടെ വെച്ച് തന്നെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ആ ഡയലോഗ് എല്ലാം വീണ്ടും ഇവിടുന്ന് പിള്ളേരെല്ലാം പറഞ്ഞ് കേൾപ്പിക്കുമായിരുന്നു. അത് നേരാ തിരുമേനി എന്നൊക്കെ ഉള്ള എല്ലാം പറയുമായിരുന്നു. PVS കിടക്കുമ്പോൾ, ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും 25-ാം ദിവസം ലേലം സെലിബ്രേറ്റിംഗ് ആണ്. PVS ഡാഡി കിടക്കുമ്പോൾ നമ്മുടെ ICUലോട്ട് മാറ്റുന്നതിന് മുമ്പായിട്ട് പുള്ളി ഭയങ്കര എൻജോയ് ചെയ്തു. ഞാനത് എപ്പോഴും രഞ്ജേട്ടനോടൊക്കെ പറയും. രഞ്ജേട്ടനും ജോഷിയങ്ങളും ഇത്ര നല്ലൊരു ഫെയർവെല് ഒരു ആക്ടർക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫെയർവെല്ലായിരുന്നു. അവിടെ ആ ഹോസ്പിറ്റലിന്റെ ആ വിദ്യയിലൊക്കെ കൊണ്ടുവന്ന് സോമേട്ടന്റെ ഈ ലേലത്തിന്റെ
പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ കാണാൻ വരുന്നവർ പറയും, ചേട്ടാ അവിടെ ലേലത്തിന്റെ പോസ്റ്റർ കണ്ടു, അവിടെ കണ്ടിങ്ങനെ ആൾക്കാർക്ക് പറയുമ്പോൾ സോമന് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ സൗഹൃദമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങളും അവരൊക്കെ ഇവിടെ വീട്ടിൽ വന്ന ഓർമ്മകളും ഒക്കെ ഉണ്ടാവില്ലേ? സോമേട്ടനുള്ളപ്പം ഞാൻ ചോറും കറിയൊക്കെ ഒരു 10 പേർക്കുള്ളത് എല്ലാ ദിവസവും റെഡിയാക്കും. വൈകിട്ട് കഞ്ഞിയും പയറും ചമ്മന്തിയും ഒക്കെയാ. അതാണേലും ശരി, മേശയ്ക്ക് ചുറ്റും ആള് കാണും കഴിക്കാം. സോമൻ എല്ലാവരും വിളിച്ചു വരുത്തും. സോമന്റെ ഏറ്റവും അടുത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, രവി, സലിമ്, ജോസ്, ഇങ്ങനെ കുറെ അടുത്ത ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാവരും ഫാമിലിയായിട്ട് അവരെല്ലാവരും വരും. വന്നു കഴിഞ്ഞ് പോയിട്ട് എല്ലാം അവരെ ഭക്ഷണം കഞ്ഞിയെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അവരെ വിടത്തുള്ളൂ. ഉച്ചയ്ക്കാണേലും അങ്ങനെ. ഒടുവിലത്തെ സോമേട്ടന്റെ ഓണത്തിനാണേലും 10 ഓണമായിരുന്നു ഇവിടെ. 10 ദിവസത്തെ ഓണം ഉണ്ടായിരുന്നു. അന്ന് കുര്യൻ സാർ ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ ശ്രീലേഖ IPS ഉണ്ടായിരുന്നു. ഓരോ ഗ്രൂപ്പിനും ഓരോ ദിവസം വിളിച്ചിട്ട് 10 ദിവസവും ഓണം ആഘോഷിച്ചിട്ടാണ് സോമേട്ടൻ പോകുന്നത്. വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കമലഹാസൻ ഭയങ്കര അടുത്ത സുഹൃത്തായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പറയൂ. സോമേട്ടനെ അല്ല, കമലഹാസൻ എന്ന് പറയുമ്പം പിന്നെ സോമേട്ടൻ്റെ 3ാമത്തെ മാന്യശ്രീ വിശ്വാമിത്രന്റെ ആ പടം തൊട്ടുള്ള ബന്ധമാണ് അവര് തമ്മില്. ഞങ്ങളിപ്പോ ഒരുമിച്ച് പോയാലും ശരി, റൂമില് പിന്നെ തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾ താമസിക്കുമ്പോൾ കമലഹാസൻ വരുന്ന ദിവസം ആകുമ്പോൾ അതിന്റെ തലേദിവസം ഞങ്ങളെ പറഞ്ഞു വിടും. അവരൊരുമിച്ചേ താമസിക്കുകയുള്ളൂ. അത്ര എന്നും ഇഷ്ടമായിരുന്നു. അവർ തമ്മിൽ ഭയങ്കര കാര്യമായിരുന്നു. ഈ സോമേട്ടന്റെ 25 വർഷം തികയുന്നതിനൊക്കെ പുള്ളിക്കാരൻ തന്നെ പൈസ ഇട്ട് ചെലവാക്കി ഇവിടെ വരെ വന്നിട്ട് പുള്ളിക്കാരൻ തന്നെ അങ്ങനെ ഒത്തിരി നല്ല ഇഷ്ടമായിരുന്നു. സോമേട്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും പുള്ളിക്കാരൻ വിളിക്കുമായിരുന്നു എന്തെങ്കിലും. മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. അത് മലയാള സിനിമയിൽ ഒരു ആൾക്കാരും ചെയ്തില്ല. അത്യാവശ്യം വിളിച്ചിട്ട് പുള്ളി മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് അപ്പോളോ ഹോസ്പിറ്റലിൽ ആ മെഡിക്കൽ റിപ്പോർട്ട് ഒന്ന് ചെയ്യാൻ സഹായിച്ചത് കമലഹാസൻ മാത്രമേ ഉള്ളൂ. മലയാളത്തിലെ ഒത്തിരി പേരെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. പിന്നെ പോട്ടെ, അതൊക്കെ അവരുടെ തിരക്കൊണ്ടായിരിക്കാം. പക്ഷെ പുള്ളി മാത്രമേ ഉള്ളൂ. 1/2 മണിക്കൂർ, ഹാഫ് ആൻ അവർ മാക്സിമം ഹോസ്പിറ്റലിൽ 512 റൂമിൽ വിളിച്ചു ഇവിടെ സംസാരിച്ചു. ഇന്ന പോലെയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ട, ഒന്നും ചെയ്യാനില്ല, മാക്സിമം എന്നുള്ളത് പുള്ളി വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. ബാക്കി നമ്മൾ മലയാള സിനിമയിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് വെച്ച് നോക്കട്ടെ, നിങ്ങൾ അയച്ചതാ യൂഷ്വൽ. എന്നാലും അപ്പൊ തന്നെ നമ്മളെല്ലാം അയച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞു അയക്കാൻ പറഞ്ഞു, അതിന്റെ ഫാക്സ് ചെയ്യാൻ പറഞ്ഞു, റിസൾട്ട് എല്ലാം കൂടെ. അപ്പോൾ പുള്ളി ഡോക്ടറെ പോയി അവിടെ മദ്രാസിൽ ഡോക്ടറെ കണ്ടു. അപ്പം വന്നിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടല്ലേ പിന്നെ അദ്ദേഹത്തിന്റെ ഇതിൽ കൊണ്ടുപോയി ഇനി അന്ന് അങ്ങോട്ട്, അതുകൊണ്ട് പിന്നെ പോയില്ല. ഇപ്പോഴും അദ്ദേഹമായിട്ടുള്ള കോണ്ടാക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട് ഇപ്പോഴും. പിന്നെ പുള്ളി അന്ന് നാട്ടിൽ കേരളത്തിൽ വന്ന പുള്ളി വന്നിരിക്കും ഇവിടെ, അത് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം എന്ന് ഓർത്തെടുക്കുക, വയ്യാതിരിക്കുക, ഒരുപാട് നാള് വയ്യാതിരുന്നിട്ടാണോ അസുഖങ്ങളിലേക്ക് പിന്നെ കടക്കുക? ഒരു ട്രെയിൻ യാത്രയിലാണ് അസുഖത്തെ പറ്റി അറിയുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. സോമന് കറക്റ്റ് ഒരു മാസം നവംബർ 12 PVS അഡ്മിറ്റായി. ഡിസംബർ 12 സോമേട്ടൻ പോയി. ഒരു മാസമേ ഞാൻ സോമേട്ടനെ അസുഖക്കാരനായിട്ട് കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഞാൻ അസുഖക്കാരനായിട്ട് കണ്ടിട്ടേ ഇല്ല. അത്രയും ഞങ്ങൾ 29 വർഷം ഒരുമിച്ച് താമസിച്ചെങ്കിലും അതിന് മുമ്പായിട്ടൊന്നും ഒരു അസുഖക്കാരനായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ ഒരു മാസം അസുഖക്കാരനായിട്ട് ഞാൻ കണ്ടത്. ഫാമിലിയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം വാരി കൊടുക്കുക, എപ്പോഴും അടുത്ത് വന്നിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോമേട്ടന് ഒരു മോനായിരുന്നില്ല, വേറെ സഹോദരങ്ങളും സഹോദരിമാരും ഒന്നും ഇല്ല. അപ്പം സോമേട്ടന് മക്കളെന്ന് വെച്ചാൽ ജീവനായിരുന്നു. എപ്പോഴും അവരെ എന്നെ കാണാനല്ല ഈ കൊണ്ടുപോകുന്ന കൂടെ, ഈ പിള്ളേരെ കൂടെ കിട്ടാനായിട്ടാണ് ഷൂട്ടിംഗ് സ്ഥലത്തെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവര് 2 സൈഡിലും അവർ കിടക്കണം, അവർക്ക് ചോറ് വാരി കൊടുക്കണം, ഒക്കെ നിർബന്ധമായിരുന്നു. അവരെ വഴക്കൊന്നും പറയുകയില്ല. ഞാൻ വല്ലതും പറഞ്ഞാലും എന്നെ വഴക്ക് പറയും. അവരെ ഒന്നും സമ്മതിക്കത്തില്ല ഒന്നും പറയാൻ. മകന്റെ കല്യാണ നിശ്ചയത്തിന്റെ ആ സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പോയി കണ്ടായിരുന്നു ഒരുമിച്ച്. കല്യാണ നിശ്ചയത്തിനുണ്ടായിരുന്നു. ജൂൺ 12 കല്യാണ നിശ്ചയത്തിനുണ്ടായിരുന്നു, കല്യാണത്തിനില്ലായിരുന്നു. അദ്ദേഹം പോയതിനു ശേഷം അത് എങ്ങനെയാണ് തരണം ചെയ്തത്? സത്യം പറഞ്ഞാൽ പോകുന്നതിന് മുൻപേ തന്നെ ജീവിക്കാനുള്ള ഒരു സംഭവം കയ്യിലേക്ക് തന്നിട്ടാ പോയത്. ഒരു സ്പൈസസ് ഫാക്ടറി, ഒരു ജീവിതമാർഗം തന്നിട്ടാ പോയത്. 26ാമത്തെ വയസ്സിലാണ് താങ്കൾ അത് 29ാമത്തെ വയസ്സിലാണ് അത് കയ്യിലേക്ക് ഏറ്റെടുക്കുന്നത്. അന്ന് കമ്പനി ഉണ്ടായിരുന്നോണ്ട് എനിക്ക് നേരം പോകുന്ന രാവിലെ 9 മണിക്ക് ഞാൻ പോയാൽ വൈകിട്ട് 5:30 വരെ കമ്പനിയിലായിരിക്കും. അപ്പോൾ സോമനെ പറ്റിയൊന്നും അധികം ആലോചിക്കാനോ അങ്ങോട്ട് ആ വഴിക്കോട്ട് ചിന്തിക്കാൻ നേരം കിട്ടില്ല. ആ കമ്പനിയിലോട്ട് ആ മനസ്സ് അങ്ങോട്ട് അങ്ങനെ അങ്ങ് പോകുമായിരുന്നു.
പിന്നെ വൈകിട്ടൊക്കെ വരുമ്പോൾ സോമന്റെ സ്വപ്നം കാണുമ്പോൾ ഒരു വർഷം മുഴുവൻ സ്വപ്നം കാണുമായിരുന്നു. ഒരു ഏറ്റവും ഒടുവില് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത ഡിസംബർ 12 ആയപ്പോഴാണ് സോമൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് തീ കത്തിച്ചിട്ട് ഇങ്ങനെ നീ തീ പോരാ കൊണ്ട് എന്നെ വഴക്ക് പറയുക, വിറകിട്ട് ഇങ്ങനെ ആകാശം മുട്ട തീ കത്തുക. അപ്പം സോമേട്ടനും അറിയാം, എനിക്കും അറിയാം സോമേട്ടന് വേണ്ടിയിട്ടുള്ള തീ അതെന്ന്. പക്ഷെ വിറകിടുമ്പോൾ സോമേട്ടൻ വഴക്ക്. ആ സ്വപ്നം അന്ന് കണ്ടെത്തി പിന്നെ അങ്ങനെ അധികം കാണാറില്ല. ഒരു വർഷം അടുപ്പിച്ച് അതിന് വല്ല 3-4 ദിവസം വല്ല ഞാൻ ഒരു വർഷത്തിനിടയ്ക്ക് കാണാതിരുന്നിട്ടുള്ളൂ. ബാക്കി ആ ദിവസം വർഷം മുഴുവൻ കാണുമായിരുന്നു. ഇനിയിപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ എപ്പോഴും ടി വിയിൽ വരുമ്പോഴത്തേക്ക് അത് കാണും. അപ്പോ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണ് മനസ്സിൽ? ഞാൻ കാണാറില്ല സത്യം പറഞ്ഞാൽ. ഞാൻ സോമേട്ടൻ പോയത് പിന്നെ സോമന്റെ സിനിമയോ പാട്ടോ ഒന്നും ഞാൻ കാണാറില്ല. ടി വിക്കകത്ത് സോമേണ്ടത് വന്ന് ഞാൻ അപ്പോഴേ അങ്ങ് മാറ്റും. ഇത് നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം വെറുതെ എന്തോ ഞാൻ ഓർക്കുന്നത്. കാണുമ്പോൾ നമുക്ക് പലതും പുറകോട്ട് നമ്മുടെ മനസ്സ് പോകും. അത് വേണ്ടാന്ന് വെക്കും, കാണത്തേയില്ല. ഇത്ര വലിയൊരു കലാകാരനായിരുന്നു അദ്ദേഹം. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇപ്പം ഈ പറയുന്ന പോലെ സിനിമാക്കാരനാണ്, ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് വരണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ടാണോ ഇതിലേക്ക് വരുന്നത്? അത് എനിക്ക് അന്നും ഈ സോമേട്ടൻ ഞാൻ പറഞ്ഞില്ല 4 മണിയൊക്കെ ആകുമ്പോൾ വന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കട്ടെ സോമേട്ടൻ ജോലി ചെയ്യുന്ന ആ പൈസയല്ലേ ഞാനെടുത്ത് ചെലവാക്കുന്നത്. എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, ഇത്രയും കഷ്ടപ്പെടുന്ന ഒരാളുടെ പൈസ. അപ്പം ഞാൻ വിചാരിച്ചു എന്റെ ആവശ്യമുള്ള പൈസ സോമേട്ടൻ എന്റെ ഇല്ലാത്ത, സോമേട്ടന്റെ പൈസയുടെ കണക്കൊന്നും അറിയത്തില്ല, ഞാൻ പൈസ ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. എന്നാലും എനിക്ക് തോന്നി എനിക്ക് ജീവിക്കാനുള്ള പൈസ ഞാൻ തന്നെ ഉണ്ടാക്കണം. അതെന്റെ മനസ്സിലൊരു നിർബന്ധമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് അപ്പം ഇതാകുമ്പോൾ എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന കാശാകുമ്പോൾ എനിക്കൊരു വിഷമമില്ലാതെ ചെലവാക്കാം. സോമേട്ടൻ ജോലി ചെയ്യുമ്പോൾ ഒരു കുത്തല് വരും, ഈ വേണ്ട കണ്ടോ സോമേട്ടൻ കഷ്ടപ്പെടുന്ന പൈസയാണല്ലോ. അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടങ്ങിയത്, ഒരാളിനെ ജോലിക്ക് വെച്ചിട്ട് പതുക്കെ തുടങ്ങിയതാ. അതിപ്പോഴും നന്നായിട്ട് പോകുന്നുണ്ട്. അതിന് പേരൊക്കെ ഇട്ടത് സാറ് തന്നെയായിരുന്നു അല്ലേ? സോമേട്ടൻ ഞാൻ പറഞ്ഞില്ല, സ്ഥിരമായിട്ട് പോകുന്ന ദേവീക്ഷേത്രം ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ അമ്പലത്തിലെ ആ ദേവിയുടെ പേരാണ് ഭദ്ര. ആ അമ്മയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങള് 3 സ്ത്രീകള്, മകളുണ്ട് മരുമകളുണ്ട്, നിങ്ങൾ 3 പേരും ചേർന്നിട്ടാണ് ഈ പായസത്തിന്റെ ബിസിനസ് ആണെങ്കിലും ഒക്കെ മരുമോള പായസത്തിന്റെ എല്ലാം നോക്കുന്ന. പായസമുണ്ട്, ഉപ്പേരി, അച്ചപ്പം, അങ്ങനെ സകലതും ബിന്ദുവാ ചെയ്യുന്നത്. ബിന്ദു മിടുക്കിയായി, ഇപ്പൊ എല്ലാം പഠിച്ചു. സാറ് പോയതിനു ശേഷം അതൊക്കെ ഓവർകം ചെയ്തിട്ട് ഇവിടം വരെ എത്തി. അപ്പം പഴയ സുഹൃത്തുക്കള് അവരൊക്കെ ആരെങ്കിലും ഒക്കെ കാണാൻ വരുമോ? ഓർമ്മകളൊക്കെ പുതുക്കാൻ വരും? മധുസാറിനൊക്കെ ഭയങ്കര കാര്യമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. മധുചേട്ടന് പിന്നെ ഇതുവഴി പോയാൽ മധുചേട്ടൻ ഇവിടെ വരാതെ പോകത്തില്ലായിരുന്നു. അപ്പൊ പറയും പിന്നെ മുസ്ജാദെ എന്തേലും വിഷമമുണ്ടേ വിളിക്കണം കേട്ടോ എന്നൊക്കെ മധുചേട്ടൻ പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ മധുചേട്ടൻ ഒട്ടും വയ്യ. പിന്നെ രഞ്ജിപ്പണിക്കര് വരുമായിരുന്നു, ജനാർദ്ദനം വരുമായിരുന്നു, പിന്നെ സുരേഷ് ഗോപി മിക്കവാറും വരും കേട്ടോ. സുരേഷ് ഗോപി, പിന്നെ ശിവജി വരുമായിരുന്നു. അങ്ങനെ പലരും, പിന്നെ ദിലീപ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ പക്ഷെ അങ്ങനെ ശ്രീലത വരാറുണ്ട്, എപ്പൊ പോയാലും കയറും ശ്രീലത. പിന്നെ സോമേട്ടന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് സീമ, പിന്നെ വിധുബാല ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മകനോട് ചോദിക്കാം. അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നു മകൻ ഒരു സിനിമാക്കാരനാവണമെന്ന്? സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അച്ഛൻ അങ്ങനെ ആഗ്രഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ ആക്സിഡന്റില്ല, ഞാൻ അഭിനയം ഭയങ്കര അങ്ങനെയൊന്നുമില്ല. ഞാൻ അബദ്ധം പറ്റി ഇങ്ങനെ വഴിതെറ്റി വന്നൊരു സിനിമ നടനാണ്. വളരെ കാലം ബോർഡിങ്ങിലൊക്കെ ആയിരുന്നു. അപ്പൊ അച്ഛന്റെ സ്നേഹം കിട്ടിയില്ല, അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ അച്ഛന്റെ കൂടെ സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? സന്തോഷത്തിന് കുറവൊന്നുമില്ല, ബട്ട് സ്വഭാവം നല്ലതായിരുന്നുണ്ടായിരിക്കും ബോർഡിങ്ങിലാക്കിയെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഞാനും അമ്മയുടെ 16 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഞാൻ ബോർഡിങ്ങിൽ പോകാനുള്ള ഒരു റീസൺ മനസ്സിലായല്ലോ, എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് അങ്ങനെ വലിയ സങ്കടങ്ങളോ ഒന്നുമില്ല. എല്ലാ ദിവസവും സന്തോഷം, ഹാപ്പി, എൻജോയിങ്. ലൊക്കേഷനിലൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടില്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഒത്തിരി സിനിമകൾ പലത് കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഉദയ സ്റ്റുഡിയോ ഒക്കെ പണ്ടത്തെ നമ്മുടെ എല്ലാ വെക്കേഷൻസും ഒത്തിരി സെലിബ്രേറ്റ് ചെയ്ത സ്ഥലങ്ങളാണ്. ഷൂട്ടിങ് കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും എനിക്കങ്ങനെ സായം ചേട്ടന്റെ പടത്തിൽ ഞാൻ ആദ്യം വരുന്നത് വയലൻസ് എന്ന പടത്തിൽ, അതിന് മുമ്പായിട്ട് എനിക്ക് അങ്ങനെ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പൊ കുറച്ചുകൂടെ രഞ്ജൻ പ്രമോദിന്റെയാണ് സാറിന്റെ പടം ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ഇപ്പൊ ധൈര്യമുണ്ട്, ചെയ്യാം അല്ലെങ്കിൽ ചെയ്യും എന്നൊരു തീരുമാനത്തിൽ
ഇടയ്ക്ക് പിന്നെ എന്ത് പറ്റി? പുറത്ത് വിദേശത്ത് ജോലിക്ക് പോയിരുന്നല്ലോ. അല്ല, അതിപ്പോ എല്ലാ ഗൾഫുകാരും ഈ പറയുന്ന പ്രവാസികൾ 2 വർഷം പറഞ്ഞല്ലേ പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അങ്ങ് നിന്നു പോകും. അങ്ങനെ 10-16 വർഷം അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടാണ് രഞ്ജൻ സാറെ വിളിച്ചിട്ട് ഓ ബേബി എന്നൊരു പടത്തിനകത്ത് ഒരു ക്യാരക്ടർ പേര് വിട്ടു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ അറിയുന്നത് ഞാൻ സ്ഥലത്തുണ്ട് എന്നുള്ളത്. ഇപ്പം 4-5 പടം ചെയ്തു. അടുത്ത മാസം ഫെബ്രുവരി പടം റിലീസുണ്ട്. പിന്നെ പുതിയ പടം 17-ാം തീയതി ജോയിൻ ചെയ്യേണ്ടതാണ്. ചിലപ്പം നടക്കുന്നു കാര്യങ്ങൾ. ഈ പല പല പ്രമുഖ നടന്മാരുടെ മക്കളൊക്കെ സിനിമയിൽ വന്നപ്പോഴും എനിക്കും അങ്ങനെ ആവണം എന്നൊരു ആഗ്രഹം തോന്നി. എനിക്കിവിടെ പിടിച്ചു നിൽക്കണം എന്ന് തോന്നിയില്ല. നേരെ പുറത്ത് വിദേശത്തേക്ക് പോകുമായിരുന്നല്ലോ. അങ്ങനെയുള്ള ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? അയ്യോ, അങ്ങനൊന്നുമില്ല. എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു സെലിബ്രിറ്റി ആവണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എന്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കണം. അത് മാത്രമേ എന്റെ പ്രശ്നമുള്ളൂ. മറ്റൊരാളെന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും. അതിപ്പോ സിനിമയെങ്കിൽ സിനിമ, അതല്ല ഗൾഫെങ്കിൽ ഗൾഫ്, എന്തായാലും അത്രയൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ഐ എം നോട്ട് പ്ലാൻഡ് അറ്റ് ഓൾ. ഇതിപ്പോ ഇങ്ങനെ ഒരു കുഞ്ഞു ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അമ്മയെ സഹായിക്കുന്നുണ്ട്. ഇതാണോ നിങ്ങളുടെ ജീവിതമാർഗം? അപ്പോ അയ്യോ, ഞാൻ സഹായിക്കുന്നില്ല, എന്നെ സഹായിക്കുന്നേ ഉള്ളൂ. ഞാൻ ആരെ സഹായിക്കാനാ? മമ്മി കമ്പനി നടത്തുന്നുണ്ട്, ബിന്ദു ഇവിടെ പായത്തിനൊരു നടത്തുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴേലൊക്കെ സിനിമ ചെയ്യും. ഇത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെയുള്ളൊരു ടെൻഷനില്ല. എനിക്ക് നാളെ എന്നുള്ള പ്രശ്നം എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ഇപ്പൊ മീഡിയയിലൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നടൻ സോമന്റെ മകൻ പായസക്കട നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും എന്താ തോന്നുന്നത്? നമ്മൾ ശരിക്കും അഭിമാനത്തോടു കൂടി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഇല്ലില്ല, അതിൽ ശരിക്കും അറിയാം. ഞാൻ എന്ത് പണി ചെയ്യാനും ഞാൻ തയ്യാറാ. ഞാൻ മമ്മിയുടെ സെയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകായിരുന്നു. ഇവിടെ സ്കൂളുള്ളപ്പോൾ സ്കൂൾ ബസ് ഓടിക്കുമായിരുന്നു. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ബിക്കോസ് ഐ എം ഹാപ്പി. എന്നെ ഒരു കാരണവശാലും ഒരു ഇതിലും നെഗറ്റിവിറ്റി ഒന്നും എന്നെ ബാധിക്കത്തില്ല. എനിക്ക് ആകെ വേണ്ടത് ഞാൻ ഹാപ്പിയാണ്. ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തല്ല. അത്രേ ഉള്ളൂ. എനിക്ക് അതിനപ്പുറത്തേക്കൊന്നും ആരെന്ത് പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല. അതാണ് എൻ്റെ ഒരു വേ ഓഫ് തോട്ട്. അതാണ്. അതുകൊണ്ട് അതിന്റെ പ്രശ്നമായിരിക്കാം. സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അതായിരിക്കും. ഇപ്പൊ സിനിമയിലേക്ക് ഇപ്പൊ പുതിയൊരു സിനിമ റിലീസ് ആവാൻ പോവാണ്. ഇനിയിപ്പോ സിനിമയിൽ സജീവമായിട്ടിരിക്കാനാണോ ആഗ്രഹം? അതെ, സിനിമയിൽ സജീവമാകുന്ന ഒന്ന് ചെയ്താൽ കൊള്ളുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ആരുടെ മുമ്പിൽ പോയി റിക്വസ്റ്റ് ചെയ്യാനോ ചോദിച്ചു വാങ്ങിക്കുന്ന ശീലം ഇല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അറിയാവുന്നവരുണ്ട്. ഇപ്പം രഞ്ജേട്ടനോട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അങ്ങനെ ചില വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ജോഷിങ്ങൾ. അങ്ങനെ കുറച്ച് പേരോട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞങ്ങൾ എന്നോല എന്നല്ലാതെ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്ത് പോയി ഒരു ചാൻസ് തരുന്നു അങ്ങനെ ശീലം എനിക്കില്ല. എനിവേ ഐ എം ഹാപ്പി. അതാണ് എന്റെ പ്രശ്നം. എന്റെ ബേസിക് എന്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ. ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ സിനിമയിലുള്ള ആളുകളോടൊക്കെ കണക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അത് യൂസ് ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല? അപ്പം ഇല്ലില്ല. കാര്യം ഡാഡി സിനിമയിലുണ്ടായിരുന്നുണ്ട് ഒത്തിരി പേര് കൂട്ടുകാരുണ്ട്. അതെന്തിനാ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ നിൽക്കട്ടെ. നമ്മൾ ഒരിക്കലേ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ യൂസ് ചെയ്താൽ പിന്നെ അതിന് വാല്യൂ ഇല്ല. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പും സിനിമയെന്ന് മാത്രമല്ല ഒരിടത്തും ഞാൻ അതിനെപ്പറ്റി അത്ര ഞാൻ ശീലിച്ചിട്ടില്ല ഉപയോഗിക്കാൻ. ഇത്രയും വലിയൊരു നടന്റെ മകനാണ്. ഇനി അടുത്ത ഭാവി ഇനി വരുന്ന സമയത്ത് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്ത് അച്ഛന്റെ ആ ഒരു പ്രശസ്തിയോളം എത്തണം എന്നൊരാഗ്രഹം ഇല്ലേ? അയ്യോ, അച്ഛനേക്കാൾ വലുതാവാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല. സോമന്റെ മോൻ കേൾക്കാൻ എനിക്കിഷ്ടം. അല്ലേ, ഞാനിപ്പം കാഞ്ഞങ്ങാട് ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോ 83 വയസ്സുള്ള ഒരാള് മമ്മിയെ കാണുന്നതിന് മുമ്പ് ഡാഡി എയർഫോഴ്സിൽ ട്രെയിനിങ്ങിന് ചെന്നപ്പോ ഉണ്ടായിരുന്നൊരു പ്രായമുള്ള മനുഷ്യൻ എന്ന് വെച്ച് എത്ര സ്നേഹത്തോടെ പറഞ്ഞോ. പുള്ളിക്ക് നടക്കാൻ വയ്യ. പുള്ളി അവിടുന്ന് എങ്ങനെയോ അവിടെ വന്ന് പറ്റി പറഞ്ഞു ഇന്ന പോലെ. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഷൂട്ടിംഗ് സ്ഥലത്ത് വരുന്നൊരു മനുഷ്യനല്ലോ എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. ഇന്ന ആളുടെ കൂടെ ഞാൻ ട്രെയിനിങ്ങിനുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ സീനിയോറിറ്റി നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുമല്ലോ. ഞാൻ പറഞ്ഞു സാർ അതൊന്നും വേണ്ട. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി കല്യാണം കഴിച്ചത്. അപ്പൊ അത്രയും കൊണ്ട് ഡാഡിയുടെ ഡെപ്ത്, ഡാഡിയുടെ കോണ്ടാക്ട് എവിടെ ചെന്നാലും. ഞാൻ എന്റെ 22 വയസ്സിലാണ് ജോലിക്ക് പോകാൻ തുടങ്ങിയ. പക്ഷെ അന്നൊക്കെ എല്ലാവരും പറയുന്നതാണ് പുള്ളിയുടെ ഫ്രണ്ട്സ്. എനിക്ക് എല്ലായിടത്തും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുപോലെ ആയി തീരണമെന്ന് ആഗ്രഹമുണ്ട്. അത്രയും ഫ്രണ്ട്സ്, അത്രയും സുഹൃത്ത് വലയം ഉണ്ടാക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാതെ പുള്ളിയുടെ മേളിൽ പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിലും സാറിന് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടന. അദ്ദേഹത്തിന്റെ പണ്ടത്തെ ഡയലോഗൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ വരെയുണ്ട്. അപ്പൊ ആ ഒരു ഇഷ്ടം നിങ്ങളോടും ഉണ്ട്. നാട്ടിലേക്ക് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ, ഭാര്യ എന്നുള്ള നിലയിലൊക്കെ ആളുകൾ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് പകർന്നു തരുന്നുണ്ടാവുമല്ലോ. ഒത്തിരി ഉണ്ട്, തീർച്ചയായിട്ടും. അത് ഇവിടെ നല്ല എവിടെ ചെന്നാലും ഉണ്ട്. എനിക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഒരു ക്രൗഡിനോട് ചെല്ലുമ്പം അത് സജിക്കല്ല. സോമന്റെ മോന് കിട്ടുന്ന ആ ഒരു
എന്താ പറയുക, ഒരു ആക്സെപ്റ്റൻസ് ഡാഡി കൊടുത്തിരുന്ന അല്ലെങ്കിൽ ഡാഡി സൂക്ഷിച്ചിരുന്ന സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധത്തിന്റെ ബലം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന. ഒരുപക്ഷെ അത് മാത്രമായിരിക്കും എന്നെ ഇവിടം വരെ എത്തിച്ചത്. അങ്ങനെ പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അത്രയ്ക്കും ഡാഡിക്ക് കൂട്ടുകാരുണ്ടായിരുന്നു. ഞാനാകെ പുള്ളിയുടെ കോമ്പറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിലാണ്. അത്രയും കൂട്ടുകാരെ ഉണ്ടാക്കിയെടുക്കണം. അച്ഛൻ മരിക്കുന്ന സമയത്തൊക്കെ ഒപ്പം ഉണ്ടായിരുന്നോ? ഞാനുണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു നേരെ ഞാൻ വന്നത് മമ്മി പറഞ്ഞിട്ട് ഡാഡി അറിഞ്ഞെന്ന് തോന്നില്ലയോ നാട്ടിലുണ്ടെന്നുള്ള കാര്യം. ഞാനന്ന് ഖത്തറിലായിരുന്നു. അപ്പൊ അറിയാതെ അവിടെ നിന്ന് പൊങ്ങി കഴിഞ്ഞ് പോകുന്നതാണ്. പക്ഷെ അത് ഇങ്ങനെയൊക്കെ ആയിത്തീരും അറിയത്തില്ലായിരുന്നു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അബു ലിബു അവരൊക്കെ. ലിബു ഇപ്പം എന്റെ കൂടെ പോയി. അപ്പൊ ഇവര് ഡാഡി ഹോസ്പിറ്റലിൽ പോയി കണ്ടു. അപ്പൊ കൃത്യമായിട്ട് പുള്ളിക്ക് അത് മനസ്സിലായി. കാര്യം ഞാൻ നാട്ടിലുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അഡ്മിറ്റ് ആയിട്ട് ഇത്ര പെട്ടെന്ന് ഇവരോട് ഞാൻ ഉണ്ടായിരുന്നു, ഒരു ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ ഒരു തല്ലുകൊള്ളി മകനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. അച്ഛൻ മാത്രമേ തല്ലിയിട്ടുള്ളൂ, അമ്മയും തല്ലിയിട്ടുണ്ടെന്ന്. തല്ലുകൊള്ളിയായിരുന്നു. ഡാഡി എന്നെ തല്ലിയിട്ടുണ്ടോ? അതൊക്കെ ഉണ്ട്. മണിമേഖലത്തിലേ ഉള്ളൂ. നല്ല ഫ്രണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഒരു അച്ഛൻ മോൻ ബന്ധം എന്നൊക്കെ ബയോളജിക്കലി പറയാവുന്നേ ഉള്ളൂ. എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അതുകൊണ്ട് എന്നും തുറന്നു പറയാമായിരുന്നു, എന്തും കാണിക്കാമായിരുന്നു. അത്ര ഒരു അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അത്രയും നാൾ അങ്ങനെ ഒരാളുണ്ടായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതിനുശേഷം അങ്ങനെ ഒരാളില്ല എന്ന് വന്ന സമയത്ത് സ്വയം സ്ട്രഗിൾ ചെയ്തു പോയ അങ്ങനത്തെ അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് അങ്ങനെ അത്യാവശ്യം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഈ പറയുന്ന എന്താണ് ഈ ചിലർ പറയും ഫിനാൻഷ്യൽ ക്രൈസിസ്, എനിക്കത് തോന്നിയിട്ടൊന്നുമില്ല അങ്ങനെയൊന്നും. ഡാഡി ഉണ്ടാകുന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ബലമായിരുന്നു. എനിക്ക് മാത്രമല്ല എന്റെ ഫ്രണ്ട്സിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു ആവശ്യം വന്നാൽ ധൈര്യമായിട്ട് ഡാഡി ഇന്ന പോലെ, അല്ലെങ്കിൽ ചിലപ്പം എന്റെ കൂട്ടുകാർക്ക് അന്നേരം അങ്കിള ഇന്ന പോലെ. അതിനപ്പുറത്തേക്ക് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ഇന്നുവരെ ഇല്ല. ദൈവം എവരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മമ്മിയായിരുന്നു അല്ലേ അപ്പൊ ഒരു സ്ട്രോങ് പില്ലറായിട്ടുണ്ടായിരുന്നു? എനിക്ക് അങ്ങനെ ഞാൻ തന്റെ ഇടമായിട്ട് തന്നെ നിന്നു. സോമേട്ടൻ പോയി കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ എനിക്കൊരു പതർച്ച പോലെ വന്നെങ്കിലും പിന്നെ ഞാൻ അങ്ങനെ പതറിയാൻ പറ്റത്തില്ലല്ലോ. തന്റെ ഇടം തന്നെ തന്നെ വന്നു. തന്റെ ഇടം സോമേട്ടനുള്ളപ്പോൾ ഞാൻ സ്വാതന്ത്ര്യമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നോടൊക്കെ നോന്നൊന്നും പറയത്തില്ലായിരുന്നു. എല്ലാത്തിനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതുപോലെ ആ രീതിയിൽ തന്നെ മുമ്പോട്ട് അങ്ങ് പോയി. പിന്നെ കമ്പനി ഉള്ളതുകൊണ്ട് നേരം പോകുന്ന അറിയത്തില്ല. സമയം അങ്ങോട്ട് പോകുമ്പോൾ പൈസയും ഉണ്ട്, സമയം പോകുന്ന അറിയത്തുമില്ലായിരുന്നു. അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതുവരെ. രാവിലെ തന്നെ പായസത്തിന്റെ കാര്യങ്ങൾ ചെയ്യണം, കമ്പനിയിൽ പോകണം. എങ്ങനെയാ അതെല്ലാം മാനേജ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്? പായസത്തിന്റെ കാര്യമെല്ലാം ബിന്ദുവാണ് നോക്കുന്നത്, ഇവന്റെ ഭാര്യയാണ് നോക്കുന്നത്. കമ്പനിക്കാരിയേ ഉള്ളൂ ഞാൻ നോക്കുന്നത്. ഞാൻ രാവിലെ 9 ആകുമ്പോൾ കമ്പനി ഇപ്പോൾ 5:30 ആകുമ്പോൾ ഞാൻ എന്നും എഴുന്നേക്കും. എന്നിട്ട് 9 മണിയാകുമ്പോൾ ഞാൻ കമ്പനി പോയി 5:30 5:45 വരെ അവിടെ ആയിരിക്കും. അതും തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് കയറി കിടന്നു. അങ്ങനെ എന്റെ ഒരു ദിവസം എന്റെ പോകുന്നത് അങ്ങനെയാണ്. ഷീസ് വെരി സപ്പോർട്ടിങ് കേട്ടോ. അതിനകത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ പറയാം അവർക്ക് കീർത്തിയാക്കറ കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് കൊടുക്കാം, എന്നെ സഹിക്കുന്നതന്നെ. ഷീസ് വെരി മുമ്പേ ചോദിച്ച ചോദ്യത്തിന്റെ ബാക്കിയുള്ളൊരു ആൻസർ എന്നേ ഉള്ളൂ. ഷീസ് വെരി സപ്പോർട്ടിങ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുന്നത്. മമ്മി പറയുന്ന പോലെ വഴക്കൊക്കെ എല്ലായിടത്തും ഉണ്ട്, ഞാനും വഴക്കിടാറുണ്ട്. പക്ഷെ എന്നാലും ഷീസ് വെരി ലവിങ്, വെരി സപ്പോർട്ടിങ്. താങ്കൾക്ക് സിനിമയില് സുഹൃത്തുക്കളൊക്കെ ഇല്ലേ? അവരുമായിട്ടുള്ള അടുപ്പത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയോ? ഞാൻ ഒന്നാമത്തെ കാര്യം വിളിക്കാറുണ്ട് എല്ലാവരെയും. ബട്ട് ഒരിക്കൽ വിളിച്ചിട്ട് ബെല്ലടിച്ചെടുത്തില്ലെങ്കിൽ രണ്ടാമത് ഞാൻ വിളിക്കത്തില്ല. വേറൊന്നും കൊണ്ട് ചിലപ്പോൾ അവർ തിരക്കായിരിക്കും. അപ്പൊ നമുക്ക് പിന്നെ അത് തോന്നുന്നത് ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. അപ്പൊ എന്തിനാ വെറുതെ നമ്മൾ ആ ടെൻഷനൊന്നുമില്ല. നമ്മൾ വിളിക്കും. മിക്കവാറും എല്ലാവരെയും സംസാരിക്കാറുണ്ട്. വിളിച്ചാൽ പക്ഷെ എപ്പോഴും ഞാൻ അങ്ങനെ ആരെയും കോൺടാക്ട് ചെയ്യാറില്ല. നമ്മളിപ്പോൾ എറണാകുളത്തിലാണ്, എറണാകുളത്തുള്ളവരൊക്കെ വിളിക്കും. കുറച്ച് പേരെ കിട്ടും, 10 പേരെ വിളിച്ച് 2 പേരെ കിട്ടുമായിരിക്കാം. അവരോട് സംസാരിക്കും. പക്ഷെ ഞാൻ ഒരിക്കലും അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ എനിക്ക് ആ റിലേഷൻ സിനിമയിലേക്കുള്ളൊരു അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കാറില്ല. ഇപ്പൊ സാർ ഉപയോഗിച്ച സാധനങ്ങൾ അടക്കമുള്ള എല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മമ്മിയാണോ ഇതെല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്? എല്ലാം അറേഞ്ച് ചെയ്യുന്നൊക്കെ സാജിയാ എല്ലാം ചെയ്ത് വെക്കുന്നത്. എനിക്ക് ഇവനെല്ലാം അതിന് കഴിവൊക്കെ അവനാണുള്ളത്. ഞാനങ്ങനെ വലിയ ഇതൊന്നുള്ള കൂട്ടത്തിലൊന്നും അല്ല. വളരെ പഴക്കം ചെന്ന ഒരുപാട് ഫോട്ടോസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതെല്ലാം സാജിയുടെ സോമണം ഉള്ളപ്പോൾ തന്നെ ഇതെല്ലാം കുറെയൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി ഇവനെല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെക്കുന്നത്. അത് പെട്ടെന്ന് അതിനകത്ത് നല്ല കഴിവാണെന്ന് എനിക്ക് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. വെറുതെ ഒന്ന് കൈ വെച്ചാലും മതി, നല്ല വൃത്തിയായിട്ടിരിക്കും. ഇത് സോമൻ സാറിന്റെ മകൾ സിന്ധു ആണ്. ഇത് മരുമകൾ ബിന്ദു.
ഞങ്ങൾ സാറിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പപ്പയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ? എങ്ങനെ പപ്പ അവസാന കാലം ഉണ്ടായിരുന്നത് ചേച്ചിയുടെ കൂടെയായിരുന്നു അല്ലേ? അതെ. അത് ഡാഡി ആക്ച്വലി അങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് രണ്ടാമത് പ്രഗ്നന്റ് ആയി. അപ്പം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒത്തിരി പണ്ടത്തെ 97 അല്ലേ, അപ്പം ഇതുപോലെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടാ. മൂത്ത മോളിൽ കുഞ്ഞാ, അപ്പോൾ 2 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ സങ്കടം പറഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞു ഓക്കെ ഞങ്ങൾ വരാം, വന്ന് നിന്നെങ്കിലും വിളിച്ചുകൊണ്ട് പോരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതാ. വന്ന് ഒരു വിളിക്കാനായിട്ട് വന്നു, ഒരു മേ ബി 10 ദിവസം നിന്ന് കാണും കൂടെ. അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് ചെന്നപ്പോൾ വന്നപ്പോൾ തന്നെ ട്രെയിനിലാണ് വേറൊരു ഫാമിലി ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു, ഡാഡിയുടെ കൂടെ എയർഫോഴ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ഇവർ 4 പേരും മമ്മിയും ഡാഡിയും അങ്കിൾ ആൻറ്റിയും അവർ ട്രെയിനിലാണ് ട്രാവൽ ചെയ്ത് അവിടെ വന്നു. വന്നിട്ട് അവിടെ വന്നപ്പോൾ തന്നെ കുറച്ചൊരു വയ്യാതായി. പിന്നെ തിരിച്ചു വരുമ്പോൾ ഡൽഹി വരെ എത്തി. അപ്പം ബാക്കി മമ്മി സാധാരണ എപ്പോഴും പറയാറുണ്ട് PJ കുര്യൻ സാറിൻ്റെ ഹെൽപ്പോടെ അവിടെ എയിംസിലൊക്കെ കാണിച്ചു. പിന്നെ എങ്ങനെയോ ഇങ്ങനെ എറണാകുളം എത്തി. ഡാഡിക്ക് നാട്ടിൽ വന്ന് ഡാഡിയുടെ ഡോക്ടറെ കണ്ടാൽ മതി, അതുകൊണ്ട് നാട്ടിലെത്തി, കൊച്ചിയിൽ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെയാണ് ലാസ്റ്റ്, അങ്ങനെ കൂടെ വന്ന് വിളിച്ചുകൊണ്ട് വന്നു. അതായിരുന്നു ലാസ്റ്റിൽ. അതുകൊണ്ട് ഒപ്പം ഉണ്ടാവാൻ പറ്റിയില്ലേ? ഒപ്പം ഉണ്ടാവാൻ പറ്റി അവസാനം. അതൊരു സങ്കടമാണ്. എന്നാലും പിന്നെ നമ്മൾ ആലോചിക്കും നമ്മൾ പോയി അല്ലെങ്കിൽ പിന്നെ ചിലപ്പം കണ്ടെന്ന് തരില്ല. അതുകൊണ്ട് അതൊരു നിമിത്തം പോലെ വന്ന് വിളിച്ചുകൊണ്ട് വന്നു. മകനേക്കാൾ കൂടുതലും മകളായിരുന്നു കൂടെ ഉണ്ടായിരുന്നതൊക്കെ. അതെന്താന്ന് വെച്ചാൽ ആൺകുട്ടികളല്ലേ, അവർ കുറച്ച് വലുതാകുമ്പോൾ കുറച്ച് വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാവും. ഞാൻ കല്യാണം വരെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡാഡി തന്നെയാണെങ്കിലും മോളും കൂടെ ആയതിനു ശേഷം ഞങ്ങൾ എവിടെയൊക്കെയായിരുന്നു പോസ്റ്റിംഗ് അവിടെ എല്ലാം ആദ്യം ഇവർ 2 പേരും കൂടെ വരുമായിരുന്നു. പിന്നെ മോളായതിനു ശേഷം ഡാഡി തന്നെയാണെങ്കിലും എവിടാണോ അവിടെ എല്ലാം വരും, കുഞ്ഞിനെ കാണാനും നമ്മുടെ കൂടെ വന്ന് തന്നെ നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നല്ല ഹാപ്പിയായിരുന്നു ഡാഡി. പിന്നെ എയർഫോഴ്സ് എക്സ് എയർഫോഴ്സ് ആണെന്ന് അറിയാമല്ലോ, അപ്പം അതും ഒരു സന്തോഷമായിരുന്നു. വന്നിട്ട് അവിടുത്തെ എയർമാൻമാരുടെ താമസിക്കുന്ന നമ്മൾ അവിടെ അവരുടെ അക്കോമഡേഷൻ ബില്ലറ്റിൽ പോയി അവരെ കാണുകയും ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ മകളെയും ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലേ? അതെ, ഭയങ്കര ആഗ്രഹമായിരുന്നു. അതായിരുന്നു ആഗ്രഹം. അപ്പൊ അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. പിന്നെ നമ്മള് പിള്ളേരാകുമ്പം എന്തുവാ ഇഷ്ടം അതുപോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എയർഫോഴ്സിൽ എത്തിച്ചേർന്നത്. ഞാൻ എയർഫോഴ്സുകാരന്റെ കൂടെ എത്തിച്ചേർന്നത്. ഡാഡിയുടെ ഒറ്റ ഒരാളുടെ ആഗ്രഹം അത്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ എൻജോയ് ചെയ്ത് എയർഫോഴ്സ് ലൈഫ് നല്ലതായിരുന്നു, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നല്ല ഓർമ്മകൾ ഒത്തിരി ഉണ്ട്. കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഉള്ളത് എല്ലാം നല്ല ഓർമ്മകളാണ് ഡാഡിയെ കുറിച്ചുള്ള. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള MG സോമൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. എങ്ങനെയായിരുന്നു മകൾ എന്നൊക്കെ പറയുമ്പോൾ അച്ഛനോട് ഭയങ്കര, അച്ഛനും മകളും ആയിരിക്കുമല്ലോ അറ്റാച്ച്മെന്റ് കൂടുതൽ. എങ്ങനെയായിരുന്നു മകളും അച്ഛനും തമ്മിലുള്ള ഒരു ബന്ധം? അല്ല, ഡാഡിക്ക് അറ്റാച്ച്മെന്റ് 2 പേരോടും ഒരേപോലെ ആയിരുന്നു, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെങ്കിൽ സീരിയസ് അങ്ങനെ നമുക്കൊക്കെ എന്റെ കാര്യത്തിൽ എനിക്കങ്ങനെ വഴക്കൊന്നും കിട്ടില്ല. വഴക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല, പേര് വിളിച്ചാൽ മതി, അപ്പൊ തന്നെ ഞാൻ കരയും. അങ്ങനെ ഒരു ഇതായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. എന്തുവാണെങ്കിലും ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും പറയാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. ശരിക്കും ഇപ്പൊ പറയുമ്പോൾ മമ്മിക്കറിയാം മമ്മിയെക്കാളും കൂടുതൽ നമ്മൾ ഡാഡിയുടെ അടുത്തായിരുന്നു. എപ്പോഴും ആര് ചോദിച്ചാലും ആരെയാ കൂടുതൽ ഇഷ്ടം, സാധാരണ ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ, അത് നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് വരും ഡാഡിന്ന്. മേ ബി ഇടയ്ക്കല്ലേ കാണുന്നുള്ളൂ, അപ്പൊ കൂടുതൽ നമ്മളെ കൊഞ്ചിക്കുകയും അങ്ങനെയെല്ലാം ചെയ്യുന്നോണ്ടായിരുന്നു. പിന്നെ ദേഷ്യം വരും, വന്നത് മൂക്കിൽ ചുണ്ടി അത് വരും, അതപ്പം തന്നെ പോവും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നുമില്ല. അങ്ങനെ ഒരു നല്ല റിലേഷൻ, ഒത്തിരി നല്ല സ്നേഹം തന്നിട്ടുണ്ട്, ഒത്തിരി സ്നേഹം തന്നിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. എയർഫോഴ്സിലായിരുന്ന സമയത്ത് അവിടെ പോയി നിന്നിട്ടൊക്കെ ഉണ്ടോ ആ കൂട്ടത്തിലൊക്കെ? ഡാഡിയുടെ കൂടെയോ? ഞാനൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഡാഡി എയർഫോഴ്സ് വിട്ടിങ് വന്നതിന് ശേഷമാണ്, ആ സമയത്ത് ബ്രദർ സാജി ഉള്ളായിരുന്നു. പിന്നെ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഉണ്ടാകുന്നത്. അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് എയർഫോഴ്സ് ലൈഫൊന്നും. അച്ഛന്റെ സിനിമകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇപ്പോഴും കാണാറുണ്ടല്ലേ? ഇപ്പോഴും കാണാറുണ്ട്. നമ്മള് പഴയതാ, ലേലം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിന് പുറകോട്ടുള്ള പണ്ടത്തെ സിനിമകളും. പിന്നെ പണ്ടൊക്കെ അല്ല, പിന്നെ ഡാഡി തന്നെ പണ്ട് പോയിട്ട് അന്ന് ദുബായിൽ വരുമ്പോൾ നമ്മുടെ കാസറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറെ കളക്ഷൻ ഉണ്ടായിരുന്നു പഴയത്. എനിക്കാണെങ്കിലും പഴയ സിനിമകളൊക്കെ കുറെ ഇഷ്ടമാണ്. ഡാഡിയുടെ സീരിയസ് അല്ലാത്ത തമാശയുള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തേത്, അതൊക്കെ കാണുമായിരുന്നു. അടിപ്പടങ്ങൾ കുറെ ഉണ്ടായിരുന്നു അങ്ങനത്തേത്. ഇപ്പൊ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഡാഡിയുടെ 10 ഇഷ്ടങ്ങൾ. അതിനകത്ത് മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, മക്കൾക്ക് ചോറ് വാരി കൊടുക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. അത് എപ്പോഴും ഉണ്ട്. നമുക്കിപ്പോൾ ഡൈനിങ് ടേബിൾ ആണെങ്കിലും നമുക്ക് സീറ്റ് ഉണ്ട്. ലൈക്ക് നടുക്കത്തേത് ഡാഡി, ലെഫ്റ്റ് സൈഡിലത്തേത് എന്റെ കസേര, റൈറ്റ് സൈഡിൽ സാജിയുടെ കസേര. അങ്ങനെ അപ്പൊ നമ്മൾ എപ്പോഴും കഴിക്കുമ്പോഴും അങ്ങനെയാണ് ഇരിക്കുന്നത്. അതേപോലെ ഇപ്പൊ ലൈക്ക് ഹോസ്റ്റലിലായിരുന്നു ഞാൻ, അപ്പൊ എന്റെ ഫ്രണ്ട്സും കൂടെ ഇങ്ങോട്ട് വരുവാണെങ്കിലും വൈകുന്നേരം ഒരു റുട്ടീൻ ഉണ്ട്. ആഹാരം കഴിച്ചാൽ ഡാഡിയുടെ റൂം മുകളിലാണ്, അവിടെ പോയി എല്ലാം ആരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അവിടെ കുറച്ചു നേരം പോയിരിക്കും, എന്നിട്ട് ഉറങ്ങാൻ പോവുള്ളൂ. അപ്പൊ എന്റെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരും വരും, ഞങ്ങൾ എല്ലാവരും കൂടെയാണ് അവിടെ ഇരുന്ന് വർത്താനം പറയും.
അവരും എല്ലാരും ഫ്രണ്ട്സ് എല്ലാരും ഡാഡി ഡാഡി തന്നെ വിളിച്ചുകൊണ്ടിരുന്നതും. അപ്പൊ എല്ലാരുമായിട്ട് ഏജ് ഒരു പ്രോബ്ലം അല്ല ഡാഡിക്ക്. എല്ലാരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. അതേപോലെ തന്നെ എയർഫോഴ്സിലായിട്ട് പോലും അവിടെ വരുമ്പോഴും അത് നമ്മുടെ ഫ്രണ്ട്സ് ആ ഒരു ഡാഡിയുടെയും ഫ്രണ്ട്സ് എന്നുള്ള ആ ഒരു രീതിയിലാണ്. ആരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ലെവലിൽ അങ്ങ് പോകും. താങ്കൾ കല്യാണം കഴിച്ച ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെയാണ്. അപ്പൊ ആ സമയത്ത് അവിടെ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ആ പഴയ ഒരു നൊസ്റ്റാൾജിയൊക്കെ വന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, വരുമ്പോൾ പറയും എയർമെൻ ബില്ലറ്റിലും പോകണമെന്ന്. ഡാഡി എയർമെൻ ആയിട്ടായിരുന്നു, ടെക്നീഷ്യൻ. അപ്പം വരുമ്പോൾ നമ്മൾ ഓഫീസർ സൈഡിലായിരുന്നു. അപ്പം ഡാഡി പറയും മറ്റേ എയർമെന്റെ ബില്ലറ്റിന്റെ അവിടെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പോകുക. അന്ന് മലയാളികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കും അവർ ഹാപ്പിയാണ്. ഡാഡി ആ സമയത്ത് ഇതാണല്ലോ, ഫിലിം ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അവർക്കും ഭയങ്കര ഇതായിരുന്നു കാണാനായിട്ട്. വരുമ്പോഴത്തേക്കിനും അവിടെ പോകുക, അവരുടെ ബില്ലറ്റിൽ ചെല്ലുക, അവരുമായിട്ട് വർത്താനം പറയുകയൊക്കെ ആയിട്ട് വലിയ കാര്യമായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഒരു നടന്റെ മകളെന്നുള്ള നിലയിൽ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ നടന്റെ മകളെന്ന് പറഞ്ഞാലും നമ്മൾ നാട്ടിൽ തന്നെയല്ലേ, വേറെ എങ്ങും പോണില്ല. പിന്നെ കോളേജിലൊക്കെ പോകുമ്പോൾ പിള്ളേർ കുറെ റാഗിങ്ങും അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഡാഡി ഒരിക്കലും നടൻ അല്ലെങ്കിൽ താരം അങ്ങനെയുള്ളൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു, ഒരു തനി നാടൻ. അപ്പൊ അതുപോലെയായിരുന്നു നമ്മളും. അല്ലാതെ നടൻ എന്നുള്ള അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, വഴക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ല. വഴക്ക് പറയാനാണ് സിന്ധു എന്ന് വിളിച്ചാൽ മതി, അത്ര മതി. അങ്ങനെ ആവശ്യമൊന്നും വന്നിട്ടില്ല വഴക്ക് പറയേണ്ടത്. സാധാരണ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഇഷ്ടമുള്ള പോലെ തന്നെ എല്ലാം ചെയ്തേക്കുന്നത്. അങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാല് വഴക്കൊന്നും കിട്ടിയിട്ടില്ല. എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തെ ആ ഒരു ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കും. അതൊരു വല്ലാത്ത അല്ല അങ്ങനെ ഓർമ്മ എന്ന് പറയാൻ, ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രഗ്നന്റ് ആണ്, മോളുണ്ട്, ചെറിയ മോളുണ്ട്, അന്നേരം 2 വയസ്സ്. അപ്പൊ കുറെ ദിവസം നമ്മൾ അവിടെ നിൽക്കും. പിന്നെ ഡാഡിയുടെ അമ്മയുണ്ട് ആ സമയത്ത് ഇവിടെ. അപ്പൊ മമ്മി അവിടെ നിൽക്കും, ഞാനും സാജി ഇടയ്ക്ക് ഇവരെ ഡാഡിമാരുടെ അടുത്ത് വരും. അങ്ങനെ ആയിരുന്നു. അത് അത്ര നല്ല ഓർമ്മകളല്ല. അതിനെപ്പറ്റി അങ്ങനെ പറയാനായിട്ടൊന്നും ഇല്ല എനിക്ക്, പ്രത്യേകിച്ച് ആ സമയത്തെ പറ്റി. അച്ഛനെ പറ്റി ഓർക്കുമ്പോ എപ്പോഴും നല്ലത് തന്നെ ഓർത്തിരിക്കും. അതാണല്ലോ നമുക്ക് സന്തോഷം. ഇപ്പൊ നേരത്തെ അമ്മ പറഞ്ഞു അച്ഛൻ പോകുന്നതിന് മുമ്പ് ജീവിക്കാനൊരു മാർഗം ആയിട്ട് കൊടുത്തിട്ടാ പോയി എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ 3 സ്ത്രീകൾ കൂടിയാണ് അത് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത്. 3 സ്ത്രീകൾ നടത്തുന്ന ഒരു സംരംഭം. ഇപ്പൊ അതിലേക്ക് ബിന്ദു ചേച്ചിയും വന്നിട്ടുണ്ട്. പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സംരംഭത്തെക്കുറിച്ചും അത് നടത്താനുണ്ടായി ഇപ്പം അതിനുള്ള ഒരു പ്രചോദനവും പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാ ചെയ്തെടുക്കുന്നത്? ഞാനിപ്പോ ഇത് തുടങ്ങിയത് തന്നെ ഒരുപക്ഷെ അമ്മ, ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് അമ്മ കമ്പനിയിൽ പോകുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും കണ്ടിട്ടുള്ള ആ ഒരു ഇത് തന്നെ. ഞാൻ ടീച്ചറായിരുന്നു. ലോക്ക്ഡൌൺ സമയത്താണ് പായസത്തിന്റെ ഇത്. അമ്മ എപ്പോഴും നേരത്തെ പറയുമായിരുന്നു പായസം കട തുടങ്ങിയാൽ നല്ലതായിരുന്നു. അമ്മയ്ക്ക് പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരിത് മനസ്സിലുള്ളത് വെച്ചാണ് ഞാൻ തുടങ്ങിയതും ഓരോ ഇതായിട്ട് പോകുന്നതും. പായസത്തിന്റെ ഐഡിയ എങ്ങനെയാ? കേരളത്തിന്റെ ഒരു തനതായ രുചിയാണ് ഈ പായസം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു സംഭവമാണല്ലോ. അമ്മ ഇങ്ങനെ പറയായിരുന്നു അല്ലേ പായസം. മിക്കവാറും എല്ലാവർക്കും പായസം ഇഷ്ടമാണല്ലോ, മധുരം ഇഷ്ടമുള്ളത്. പക്ഷെ വേറെ അധികം എങ്ങും ഇല്ല, പായസക്കടയില്ല. ഞാൻ പായസം ആകുമ്പോൾ ഒരുപാട് പേർക്ക് വീട്ടിലുണ്ടാക്കാനും ബുദ്ധിമുട്ടുള്ളതല്ലേ. അപ്പം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ വന്ന് വാങ്ങിക്കുകയും ഒക്കെ. അമ്മ പറയും, അമ്മ എവിടെ പോയാലും പായസക്കട കാണുവാണെങ്കിൽ നിർത്തി പായസം വാങ്ങിക്കും എന്ന്. അപ്പം അങ്ങനെ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെ പായസം ബിന്ദു തുടങ്ങി. പിന്നെ ബിന്ദുവിന്റെ ഇത് വെച്ചിട്ട് ഉപ്പേരി, ഉപ്പേരി, ചമ്മന്തിപ്പൊടി, അച്ചപ്പം, അങ്ങനെ ആഡ് ഓൺ ചെയ്തോണ്ടിരിക്കുക ഓരോന്നോരോന്നായിട്ട്. ഈ മധുരം പായസം എന്നുള്ള പേര് അതാരാണ് ഇട്ടത്? ഞാൻ തന്നെ. പുതിയൊരു കൗണ്ടർ, ഒരു ചെറിയൊരു ഒരു കിളിക്കൂട് പോലത്തെ ഒരു കൗണ്ടർ മാത്രമേ ഉള്ളൂ. അപ്പം ആളുകൾ വന്ന് എങ്ങനെയാ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്? നമുക്ക് ആദ്യം ശരിക്കും പിന്നെ കൗണ്ടറൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ തന്നെ നമുക്ക് പരിചയമുള്ള ആളുകളായിരുന്നു. ഇങ്ങനെ നമ്മൾ തുടങ്ങിയെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവായിരുന്നു. പിന്നെ ആൾക്കാരുടെ ഇതനുസരിച്ചാണ് ഒരു കിളിവാതിൽ പോലെ മതിലിനോട് ചേർന്ന് തന്നെ നമ്മൾ ബോർഡും, നമുക്ക് ഫേസ്ബുക്ക് പേജുണ്ട്, വാട്സപ്പ്, അതെ, അങ്ങനെ പലരെയും ആഡ് ചെയ്ത് ഓരോ ദിവസം ഏതൊക്കെയാ പായസം എന്നുള്ളത് അങ്ങനെ ആൾക്കാർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഇവിടെ വന്ന ആൾക്കാർ നമുക്ക് 1/2 ലിറ്ററും 1 ലിറ്ററും പായസമാണുള്ളത്. മൊത്തം 20 ടൈപ്പ് പായസം ഉണ്ട് ഇപ്പം. അപ്പോൾ ഓരോ ദിവസം 2 പായസം വെച്ച് അങ്ങനെ ആൾക്കാർ വന്ന് പോകുന്ന വഴിക്ക് നമുക്ക് പരിചയമുള്ള ദിവസവും വാങ്ങിക്കുന്ന ആൾക്കാരെല്ലാം ഓരോ പ്രാവശ്യവും പലരെയാണ് കാണുന്നത്. പോയി MC റോഡ് സൈഡ് ആയതുകൊണ്ട് ഒരുപാട് പേര് പോകുന്നവര്. പിന്നെ അമ്മയുടെ കമ്പനിയുടെ ആ ഒരു ഇതും കൂടെ ഉള്ളതും ഡാഡിയുടെ പേരും കൂടെ ഉള്ളതുകൊണ്ട്
കുറച്ചും കൂടെ ആൾക്കാരെ അറിഞ്ഞ് വരികയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ 20 ടൈപ്പിലുള്ള പായസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇത്രയും അധികം പായസങ്ങൾ എങ്ങനെയാ അതിന്റെ റെസിപ്പീസും അത് എന്തൊക്കെ തരം പായസങ്ങളൊക്കെയാ ഉള്ളത്? പായസം പറയാനാണെങ്കിൽ അടപ്രഥമൻ, പാലട, പയറ് പായസം, കടല, അരിപ്പായസം, ഗോതമ്പ് പായസം, പൈനാപ്പിൾ പായസം, പഴം പ്രഥമൻ, മത്തങ്ങ പായസം, ക്യാരറ്റ് പായസം, മാങ്ങ, ചക്ക, കരിക്ക്, അങ്ങനെ പോവും ലിസ്റ്റുകൾ. എനിക്ക് സത്യം പറഞ്ഞ സേമിയ മാത്രം വെക്കാനേ അറിയത്തുള്ളായിരുന്നു. ഇവിടെ അടുക്കളയിൽ നമ്മുടെ കിച്ചണിൽ തന്നെ ഞാൻ ഓരോന്ന് നോക്കി, അതും യൂട്യൂബിലാണ് നോക്കി ചെയ്ത് 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 സത്യത്തിൽ ഇതെല്ലാം ഉണ്ടാക്കി കമ്പനിയിൽ, അമ്മയുടെ കമ്പനിയിലെ സ്റ്റാഫ് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അമ്മയും ഒക്കെ നോക്കിയാണ്, ഇവരെല്ലാവരും കൂടെ നോക്കിയാണ് എന്തെങ്കിലും പോരാഴികളുള്ളതും എല്ലാം പറഞ്ഞു തരുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പതുക്കെ പതുക്കെ തന്നെത്താൻ ഓരോന്ന് ചെയ്ത് നോക്കി ബിന്ദുവിന് അമ്മയും ഐഡിയാസ് കൊടുക്കും, പുതിയ പുതിയ ഐഡിയാസ് ഇന്ന് ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ. പിന്നെ എപ്പോഴും ധൈര്യമില്ലായിരുന്നു. ഇവരെല്ലാരും സിന്ധുവൊക്കെ അപ്പൊ നാട്ടിലുള്ള സമയം എല്ലാവരും കൂടെ പറഞ്ഞ് വിഷുവിന് അങ്ങ് തുടങ്ങ, അങ്ങനെ ഒരു വിഷുവിന് പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അങ്ങ് ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ 4.5 വർഷമായി. അപ്പൊ ഇനിയിപ്പം പുതിയ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലേക്ക് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത്? ഇപ്പം എനിക്ക് അതിന്റെ സ്വപ്നമാണ് അത്, കൗണ്ടർ, ഒരു പുതിയ കൗണ്ടർ എന്നുള്ളത്. അത് ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൂടെ തുടങ്ങിക്കഴിഞ്ഞിട്ട് കൂടുതൽ ഇപ്പൊ എല്ലാവർക്കും വീട്ടില് ഭക്ഷണം അങ്ങനല്ല, നമ്മള് ചെറിയ സ്നാക്സ് അങ്ങനെയുള്ളതൊക്കെ വീട്ടിലുണ്ടാക്കാൻ പലർക്കും മടിയല്ലേ. അപ്പൊ അങ്ങനെയുള്ളത് ഉണ്ടാക്കുക, ഹോം മെയ്ഡ് സാധനങ്ങള്. ഇപ്പൊ തന്നെ ചിപ്സ്, അവില് വിളയിച്ചത്, ചമ്മന്തിപ്പൊടി, അച്ചപ്പം, ഉണ്ണിയപ്പം, ചേമ്പുപ്പേരി, കപ്പയുപ്പേരി, നമ്മുടെ പഴയ കാലത്തേക്കുള്ള ആ ഒരു അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം. കുറച്ചും കൂടെ വലുതാക്കണം. അങ്ങനൊക്കെയാണ് മനസ്സിൽ. പുതിയ പുതിയ പായസങ്ങൾ ഇനിയും ഉണ്ടാക്കണം. കേരളത്തിൽ ഇത്രയധികം പായസം ഉണ്ടാക്കുന്ന വേറൊരു ലേഡി ഉണ്ടാവും തോന്നില്ല. അതുകൊണ്ട് ഒരുപാട് പേരില്ലേ. അപ്പൊ ഇനി അതൊക്കെയാണ് സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സഫലമാകട്ടെ എന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ നന്നായിട്ട് സ്ത്രീകൾ നടത്തുന്ന ഒരു സംരംഭം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാവട്ടെ എന്നും എല്ലാവിധ സക്സസ്സും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.